ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഗ്രൂപ്പ് ദി ഡാറ്റ ഇൻ പിവോട്ട് ടേബിൾ. മൈക്രോസോഫ്റ്റ് എക്സലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പിവോട്ട് ടേബിൾ. ഈ പിവോട്ട് ടേബിളിൽ നമുക്ക് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഈ ഡാറ്റ സെലക്ട് ചെയ്യാം. ഡേറ്റ് വൈസ് ആണ് ഡാറ്റ കൊടുത്തിട്ടുള്ളത്. ഇത് സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ട് ഓപ്ഷനിൽ പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ന്യൂ ഷീറ്റിൽ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഇവിടെ ഡേറ്റ് വൈസ് ആണ് സെയിൽ കിട്ടണമെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് വാല്യൂസ് കിട്ടും. എനിക്ക് ഡേറ്റ് വൈസ് സെയിൽ കിട്ടി. ഇനി ഇതേ ഡാറ്റയിൽ എനിക്ക് മന്ത് വൈസ് സെയിൽ കിട്ടണം. നമുക്ക് മന്ത് ഇൻസെർട്ട് ചെയ്യുന്ന പകരം ഇവിടെ ഡാറ്റയിൽ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഗ്രൂപ്പ് സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാം മന്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ മന്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മന്ത് വൈസ് ഡാറ്റ കിട്ടി. ഇനി ഇതേ മന്ത് വൈസ് ഡാറ്റ എനിക്കിപ്പോൾ ക്വാർട്ടർ വൈസ് ലഭിക്കണം അല്ലെങ്കിൽ ഇയർ വൈസ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇത് സെയിം ഓപ്ഷൻ തന്നെ ഉപയോഗിക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണാം ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ഇയേഴ്സ്, മിനിറ്റ്സ് ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയർ വൈസ് ഡാറ്റ, മന്ത് വൈസ്, ക്വാർട്ടർ വൈസ് കിട്ടി. ഇതേ ഡാറ്റ എനിക്ക് ഡിഫറെൻറ്റ് കോളത്തിൽ ആവശ്യമുണ്ട് വിചാരിക്കാം. കാരണം ചില സമയം നമുക്ക് ഡിഫറെൻറ്റ് കോളത്തിൽ ആവശ്യം വരും. ഇങ്ങനെ സിനാരിയോ നമുക്ക് ഇവിടെ ചെയ്യണം വെച്ചാൽ ഡിസൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ റിപ്പോർട്ട് ലേഔട്ടിൽ വരിക. ഇവിടെ ടാബുലർ ഫോം ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഓരോ ഡാറ്റയും ഓരോ കോളം വൈസും അത് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടി. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. പലപ്പോഴും നമുക്ക് ആവശ്യം വരാറുണ്ട് റിപ്പോർട്ടിനൊക്കെ ചെയ്യുമ്പോൾ. ഇതുപോലെ ഈച്ച് ആൻഡ് എവറി ഡാറ്റയും വേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ വേറെ ഓപ്ഷൻ ചെയ്യാൻ പറ്റും ഗ്രൂപ്പിങ്ങിൽ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഏജ് വൈസ് കൊടുത്തൊക്കെയാണ് റിപ്പോർട്ട്. ഇതിൽ എനിക്ക് ഏജിനെ കാറ്റഗറി ആയിട്ട് തിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പോൾ 15 to 20 എത്ര പേര് ഉണ്ട്, അല്ലെങ്കിൽ 20 to 25 എത്ര പേരുണ്ട്. ഇതിന് നമുക്ക് സെയിം പിവോട്ട് ടേബിൾ എന്ന് ചെയ്യാം. പിവോട്ട് ടേബിൾ ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എംപ്ലോയീസിനെ നമുക്ക് ഏജസിനെ റോ ലേബിളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനെ സെലക്ട് ചെയ്ത് നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് സെലക്ഷനിൽ വരിക. ഇവിടെ നമുക്ക് കാണാം സ്റ്റാർട്ടിങ് 15 years to 50 years വരെയാണ്. അതിന് ഇൻ്റർവലായിട്ട് നമുക്ക് 5 സെലക്ട് ചെയ്യാം. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5 കാറ്റഗറി 15 to 19, 20 to 24, 25 to 29 അങ്ങനെ 5 ഇൻ്റർവലായിട്ട് വരും. ഇതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ലഭിക്കും. സോ ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് പല സിനാരിയോസിലും ഇങ്ങനത്തെ ഗ്രൂപ്പിംഗ് സിനാരിയോ ആവശ്യം വരാറുണ്ട്. ഇത് നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.